ഒളിച്ചിരിക്കുന്ന ആരെ എന്ന പ്രവർത്തനങ്ങൾ ചെയ്ത് നോക്കാം. അതിൽ 1ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ചില ചിത്രങ്ങളാണ്. അതിനകത്ത് കളർ കൊടുക്കുക എന്നുള്ള ആ ചിത്രങ്ങൾ കളർ കൊടുക്കുക എന്നുള്ള ആക്ടിവിറ്റി ഉണ്ട്. അതെങ്ങനെ ടെക്സ്റ്റ് പെയിൻറ്റ് ഉപയോഗിച്ച് ചെയ്യാം എന്നാണ് നോക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ ചിത്രങ്ങളുടെ സ്ക്രീൻഷോട്ട് എടുത്ത് ടെക്സ്റ്റ് പെയിൻറ്റിലെ സ്റ്റാമ്പിൽ ഉൾക്കൊള്ളിക്കണം. അതാണ് ആദ്യത്തെ പ്രവർത്തനം. ചെയ്യുന്നതിനായിട്ട് നമുക്ക് ആക്ടിവിറ്റി 2.5 TBLP ടെക്സ്റ്റ് ബുക്കുണ്ട്. അത് തുറന്ന് നോക്കിയാൽ color.pdf എന്നൊരു ഫയലുണ്ട്. അത് തുറക്കാം. അത് തുറക്കുമ്പോൾ യൂണിറ്റ് 2 പേജ് നമ്പർ 5 ഒരു ഹെന്നിൻ്റെ പടമുണ്ട്. നമ്മൾ സ്ക്രീനിലേക്ക് ശരിയായ രീതിയിൽ വെക്കുന്നു. സൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സൂം ചെയ്യാം. 85 ചെറുതായിരിക്കും. കുറച്ചൊന്ന് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വലുപ്പത്തിൽ കിട്ടും. അപ്പോൾ അതിനെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്യാം. ആപ്ലിക്കേഷൻ അക്സസറീസിനകത്ത് സ്ക്രീൻഷോട്ട് ഉണ്ട്. അതിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. ഗ്രാബ് ദ ഹോൾ സ്ക്രീൻ മൊത്തത്തിൽ കിട്ടും. ഗ്രാബ് ദ കറൻറ്റ് വിൻഡോ, ഈ വിൻഡോ ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ള വിൻഡോയിൽ എല്ലാം ലഭിക്കും. നമുക്ക് സെലക്ട് ഏരിയ ടു ഗ്രാബ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് എടുക്കാം. അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നു. ടേക്ക് സ്ക്രീൻഷോട്ട് എടുക്കുന്നു. എന്നിട്ട് ഏത് ഏരിയയുടെ സ്ക്രീൻഷോട്ടാണ് എടുക്കേണ്ടതെന്ന് ചോദിക്കുന്നത്. നമുക്ക് ആ ഏരിയ ഒന്ന് സെലക്ട് ചെയ്യാം. ആ പിക്ചറിൻ്റെ പടം വേണമെങ്കിൽ പിക്ചറിന് നമുക്ക് പേര് കൊടുക്കാം. പേര് 1 hen എന്ന് കൊടുക്കുന്നു. ആദ്യം വരാനായിട്ടാണ് 1 hen എന്ന് കൊടുത്തു. അത് എവിടെ വേണമെങ്കിലും സേവ് ചെയ്യാം. അതർ എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യാം. ഡോക്യുമെൻറ്റ്സിലാണെങ്കിൽ ഡോക്യുമെൻറ്റ്സ് സേവ് ചെയ്യാം. പിക്ചേഴ്സിൽ കൊണ്ട് സേവ് ചെയ്യാം. പിക്ചേഴ്സിനകത്ത് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഈ പിക്ചേഴ്സ് എന്നുള്ള സ്ഥലത്താണ് സേവ് ആവുന്നത്. സേവ് കൊടുക്കുന്നു. നോക്കാം. പ്ലേസസിൽ പിക്ചേഴ്സ് തുറക്കുന്നു. ഇപ്പോൾ ഇവിടെ 1 hen എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ആ പിക്ചർ വന്നിട്ടുണ്ട്, നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തത്. ഇനി ഇതിനെ നമുക്ക് ടെക്സ്റ്റ് പെയിൻറ്റിലെ സ്റ്റാമ്പായിട്ട് നമ്മൾ സേവ് ചെയ്യണം. അതിനായിട്ട് ഹോം തുറക്കുന്നു. ഹോമിൽ ഹിഡൻ ഫയൽസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഷോ ഹിഡൻ ഫയൽസ് എന്നുള്ള ഓപ്ഷൻ ടിക്ക് മാർക്ക് കൊടുക്കുന്നു. അല്ലെങ്കിൽ Ctrl+H പ്രസ് ചെയ്താലും മതി. അതിൽ ടെക്സ്റ്റ് പെയിൻറ്റ് എന്നുള്ള ടെക്സ്റ്റ് പെയിൻറ്റ് എന്നൊരു ഫോൾഡറുണ്ട്. അത് തുറക്കുന്നു. അതിലൊക്കെ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. സ്റ്റാമ്പ്സ് എന്ന് പറഞ്ഞിട്ട് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. എല്ലാം സ്മോൾ ലെറ്ററാണ്. സ്റ്റാമ്പ്സ് എന്നുണ്ട്. ക്രിയേറ്റ് കൊടുക്കുന്നു. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ഇവിടുന്ന് കോപ്പി ചെയ്യുന്ന കോപ്പി ചെയ്തിട്ട് ഈ സ്റ്റാമ്പ്സ് എന്ന് പറഞ്ഞാൽ ആ ഫോൾഡറിലേക്ക് സേവ് ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടെക്സ്റ്റ് പെയിൻറ്റ് തുറക്കാം. എഡ്യൂക്കേഷനകത്ത് ടെക്സ്റ്റ് പെയിൻറ്റ് തുറക്കാം. ടെക്സ്റ്റ് പെയിൻറ്റിലേക്ക് സ്വാഗതം. സ്റ്റാമ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ സ്റ്റാമ്പിൽ നമ്മൾ ആഡ് ചെയ്ത പിക്ചർ നമുക്ക് ലഭിക്കും. നമുക്ക് ആ പിക്ചറിനെ അതിൻ്റെ വലിപ്പം ഇപ്പം കൂടുതലാണ്. ആ ഫ്രെയിം കണ്ടറിയാം വലിപ്പം കൂടുതലാണ്. ഇല്ലെങ്കിൽ അതിന് വലിപ്പം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അൺഡു കൊടുക്കാം. വലിപ്പം കുറച്ച് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇതാകുമ്പോൾ തീരെ ചെറുതായിപ്പോൾ കുറച്ച് വലുതാക്കാം. നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് കളർ ആഡ് ചെയ്യണമെങ്കിൽ മാജിക് എന്നുള്ള എടുക്കുന്നു. അതിൽ ഫിൽ എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. ഫില്ലിൽ
ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കളർ ആഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പിക്ചറൊക്കെ ആഡ് ചെയ്തിട്ട് കളർ കൊടുക്കാനായിട്ട് സാധിക്കും. തീർച്ചയാണോ?